കോഴിക്കോട് ജില്ലയിലെ ഹൈലൈറ്റ് മാളിലെ പലാക്സി സിനിമാസ് ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് മാറുമോ? ഈ തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഈ ഒരു പലാക്സി സിനിമാസിലെ എപ്പിക് സ്ക്രീൻ വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ സിനിമ ആസ്വാദനം വേറൊരു ലെവലിലേക്ക് പോകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടാകും എന്നാണ് കേട്ടോ. അപ്പൊ അത് സത്യമാകുമോ? അത് സത്യമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്പേഴ്സിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിലും ഒക്കെ വളരെ വളരെ മികച്ച അഭിപ്രായമാണ് തിയേറ്ററിനെ പറ്റി വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോഴേ ഈ എപ്പിക് തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ എപ്പിക് തിയേറ്റർ ആണ്. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ ഫ്ലാറ്റ് കോണ്ടന്റിൽ സിനിമ കളിക്കുന്ന വളരെ ചുരുക്കം തിയേറ്ററുകൾ മാത്രമേ നമ്മുടെ കേരളത്തിലുള്ളൂ. അതിലൊന്നാണ് നമ്മുടെ പലാക്സി സിനിമാസിലെ എപ്പിക് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്ലാറ്റ് കോണ്ടന്റ് അറിയില്ല, ഞാൻ പ്രത്യേകിച്ച് ഇനി എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഭാഗ്യവശാലാണോ നിർഭാഗ്യവശാലാണോ എന്ന് അറിയത്തില്ല, എന്തായാലും ഈ അടുത്തിറങ്ങിയ കുറേ അധികം മലയാള സിനിമകൾ വന്നതൊക്കെ ഫ്ലാറ്റ് കോണ്ടന്റിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അഡ്വാൻറ്റേജ് കൂടുതലായിട്ടും കിട്ടിയ തിയേറ്ററുകൾ ഒന്നായിരുന്നു നമ്മുടെ ഈ ഒരു എപ്പിക് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. കുറെ അധികം റെക്കോർഡുകളും അതുപോലെ തന്നെ നമ്പറിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് മുകളിലേക്കാണ് ഇപ്പോൾ നമ്മുടെ പലാക്സി സിനിമാസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന്റെ കാര്യം അറിയാലോ, ഒരു ഫ്ലാറ്റ് കോണ്ടന്റ് വന്നൊരു സിനിമയായിരുന്നു. അപ്പോൾ നിലവിലെ സാഹചര്യം നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു തിയേറ്റർ, അതായത് ഈ ഒരു മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ, ടോപ്പ് കളക്ഷൻ കിട്ടിയ ഒരു തിയേറ്റർ ആയിട്ട് നമ്മുടെ പലാക്സി സിനിമാസ് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ തിയേറ്ററുകൾ ഇങ്ങനെ തുറക്കുവാണ്. അപ്പം എല്ലാവരും പൊതുവേ പറയുന്നൊരു കാര്യം, അതായത് അവർക്ക് മാർക്കറ്റ് സ്റ്റഡിയോ തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. നമ്മൾ ഒരു പുറത്തിരുന്ന് പറയുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്ന ആൾക്കാരുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴൊക്കെ തിയേറ്റർ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ലാഭകരമാവുമോ, ഫുൾ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ പലാക്സി സിനിമാസ് ഈ അടുത്തങ്ങോട്ട് തുറന്നതേ ഉള്ളൂ. അതിനിടയിൽ തന്നെ ടോപ്പ് കളക്ഷനിലേക്ക് എത്താൻ പറ്റിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ തിയേറ്ററിന്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഒരുപാട് തിയേറ്റേഴ്സ് തുറക്കുന്നുണ്ട്, റെനോവേഷൻ കഴിഞ്ഞ് പുതിയ തിയേറ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ എവിടെ മികച്ചത് കൊടുക്കാൻ സാധിക്കുന്നോ അങ്ങോട്ടേക്ക് ആളുകൾ കൂടുതൽ വരും. അവിടെ നമ്പർ കൂടുതലായിരിക്കും, ക്യാഷ് ഫ്ലോ കൂടുതലായിരിക്കും, എല്ലാം കൊണ്ടും ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ആടുജീവിതം സിനിമ ഉണ്ടല്ലോ, വെറും 18 ദിവസം കൊണ്ടാണ് ആടുജീവിത സിനിമ 1 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നമ്മുടെ പലാക്സി സിനിമാസിൽ കിട്ടിയത് കേട്ടോ. 34,500 മുകളിൽ ആൾക്കാർ വന്ന് സിനിമ കണ്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു റെക്കോർഡിന്റെ ഒക്കെ കാര്യം പറയുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഏരീസ് ഫ്ലെക്സ്, പിന്നെ കവിത തിയേറ്റർ, പിന്നെ നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്റർ തുടങ്ങിയ വലിയ ജയൻ തിയേറ്ററുകളൊക്കെയാണ് ഈ ഒരു റെക്കോർഡുകൾ വാരിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് തുറന്ന് നമ്മുടെ പലാക്സി സിനിമാസിലും ഈ റെക്കോർഡുകളൊക്കെ വരുന്നു എന്നുള്ളത് വളരെ നല്ലൊരു സൂചനയല്ലേ? മികച്ച പ്രൊജക്ഷനും മികച്ച ക്വാളിറ്റിയും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ആൾക്കാർ തിയേറ്ററിനകത്തേക്ക് കയറും എന്നുള്ളൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തിൽ കാര്യം പറയുന്ന സമയത്ത് നമ്മുടെ ബ്ലസ്സി സാറൊക്കെ വന്ന് ഈ ഒരു തിയേറ്ററെ വിസിറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കം പറയുവാണെങ്കിൽ പലാക്സി സിനിമാസ് വളരെ അധികം മുമ്പോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് കയറുവാണ്. അതും ഈ ഒരു ഷോർട്ട് ടൈം കൊണ്ട് തന്നെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് ഫ്ലാറ്റ് കോണ്ടന്റ് സിനിമകൾ വരുന്ന സമയത്ത് ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു തിയേറ്ററായിട്ട് മാറാനുള്ള സാധ്യത നമ്മുടെ ഈ ഒരു പലാക്സി സിനിമാസിലെ എപ്പിക് സ്ക്രീൻ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റ് സ്ക്രീനുകളും മോശമല്ല, മികച്ച പ്രൊജക്ഷനും ഇന്റീരിയറൊക്കെ വേറെ ലെവലായിരുന്നു. നമുക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിനെ പറ്റിയിട്ട് ആ ഒരു സ്ക്രീനിന്റെ സൈസാണ് കേട്ടോ. അത് നമ്മൾ മറ്റ് എപ്പിക് തിയേറ്ററുകൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളുടെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും വളരെ മികച്ച ഒരു സ്ക്രീൻ സൈസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം കൂടെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ആസ്പെക്റ്റിലായിരിക്കും നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും വിമർശിക്കും. ആ വിമർശനം അവർ ഉൾക്കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത തിയേറ്ററുകളിലൊക്കെ ചിലപ്പോൾ അത് പരിഹരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുമുണ്ട്. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ പറ്റിയ ഒരു എപ്പിക് തിയേറ്റർ ആയിട്ട്, അത്രയും വലിപ്പമുള്ള ഒരു എപ്പിക് സ്ക്രീൻ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ. യെസ്, അപ്പോൾ ഞാൻ നിർത്തുവാണ്. അപ്പോൾ എന്തായാലും പലാക്സി സിനിമാസ് ഇതുപോലെ തന്നെ ഗംഭീരമായിട്ട് പോകട്ടെ. പിന്നെ ഇവിടെ കൊണ്ടല്ല പലാക്സി സിനിമാസ് ഗെയിം തീർക്കുന്നത്. അവർ ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് മാളുകളിലായിട്ടും അവരുടെ ഹൈലൈറ്റ് സെന്റേഴ്സും ഒക്കെ ആയിട്ട് തിയേറ്ററുകൾ തുറക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം.